ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ സ്വന്തം സ്കിൻ കെയർ റൊട്ടീനാണ് മോർണിംഗ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്യുന്ന പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കാണിച്ചാൽ ഫസ്റ്റ് എൻ്റെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കോമ്പിനേഷൻ ടു നോർമൽ സ്കിൻ ടൈപ്പ് വരുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് എൻ്റെ സ്കിൻ ടൈപ്പ് മാറും. അതാണ് എൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ എൻ്റെ മെയിൻ കൺസേൺസ് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഓപ്പൺ പോസ് ഉണ്ട്. അത് കാരണം എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എടുക്കാം, പ്രത്യേകിച്ച് നോസിൻ്റെ ഏരിയയിൽ. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എൻ്റെത് കോമ്പിനേഷൻ സ്കിന്നാണെന്ന്. രണ്ടാമത്തെ മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പിമ്പിൾ മാർക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഫ്രിക്കിൾസും ഉണ്ട്. അപ്പോൾ അതിനൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കൺസേൺ. പിന്നെ ഞാൻ ആൻറ്റി ഏജിങ്ങും കൂടെ ആഡ് ചെയ്യും. ഈ ആൻറ്റി ഏജിങ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ ഒന്ന് മൈൽഡായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിൽ വരുന്ന സ്റ്റെപ്പുകളുടെ മെയിൻ സ്റ്റെപ്പുകൾ ആഡ് ചെയ്യാനുള്ള മെയിൻ കൺസേൺസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ക്ലീൻ ആയിട്ടുള്ള ഹാൻഡ് ആയിരിക്കണം. രണ്ട്, നമ്മുടെ ഈ മുടിയില്ലേ അത് നന്നായിട്ടൊന്ന് കെട്ടി വെക്കണം. പക്ഷേ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫേസ് വാഷ് ആണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെത് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ മോർണിംഗിൽ ആക്റ്റീവ്സ് അടങ്ങിയ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ജെന്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ്. കാരണം നമുക്ക് രാത്രി ഇപ്പോൾ കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സലൈവയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സോപ്പൊക്കെ പല്ലൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പതയൊക്കെ ഇരിക്കും, അത് കാരണം ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ എനിക്കിതൊന്നും ഇല്ല, ഞാൻ ഫേസ് ഓൾറെഡി നല്ല ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യാൻ ജസ്റ്റ് വാട്ടർ സ്പ്ലാഷ് ചെയ്യത്തുള്ളൂ. അല്ല, നോർമലി ഞാൻ ചിലപ്പോൾ ഫേസ് വാഷ് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പ്രസന്റ് യൂസ് ചെയ്യുന്നത് സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ്. ഇത് നോർമൽ സ്കിൻകാർക്കും അതല്ലെങ്കിൽ കുറച്ച് ഡ്രൈ സ്കിൻകാർക്കും പറ്റും. ചിൽഡ്രൻസിനെയും യൂസ് ചെയ്യാം, അഡൽട്ടിനെയും യൂസ് ചെയ്യാം. ഇത് ഹൈപ്പോ അലർജിക് ആണ്. അതായത് ഇത് കാരണം നമുക്ക് അലർജി ഒന്നും ഉണ്ടാവത്തില്ല. മാത്രമല്ല ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കാതെ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്ക് മാത്രം വലിച്ചെടുക്കുകയും നാച്ചുറൽ ആയിട്ടുള്ള ഓയിലും എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളൊരു ഓയിലി സ്കിന്നും ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്ര ബെനിഫിറ്റ് ആവാൻ പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഓയിലൊന്നും മാറ്റത്തില്ല ഫേസിൽ. പക്ഷേ എന്തെങ്കിലും ചെറിയ എക്സ്റ്റേണൽ ആയിട്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് കഴുകിക്കളയാനാണ് ഈ ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്താൽ മതി. ഫസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് വരാവേ. ഞാൻ എൻ്റെ ഫേസ് ഒക്കെ വെറ്റ് ചെയ്തു, ഹാൻഡ്സ് ഒക്കെ നന്നായിട്ട് കഴുകി. ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ചെടുത്താൽ മതി. ദിസ് ഈസ് ഇനഫ്. ഇത്രയും എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യാം. പിന്നെ ഇത് ക്ലെൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് അധികം പതയാനൊന്നും പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ മസാജ് ചെയ്യാം, വാഷ് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് നോർമലി ഞാൻ എയർ ഡ്രൈ ആണ് ചെയ്യുന്നത്. അതായത് കുറച്ച് നേരം വൈ നോക്കി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഫേസ് തന്നെ ഉണങ്ങൂലും. അതാണ് ഞാൻ നോർമലി ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടാണ് ഫേസിന് ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് ഡ്രൈ ചെയ്തു. ഇപ്പം എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോയി. ഇനി ഞാൻ സെക്കൻഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെറമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു വിറ്റാമിൻ സി സെറം ആണ്. 15% അസ്കോർബിക് ആസിഡ്, അതായത് നമ്മുടെ വിറ്റാമിൻ സിയുടെ ഏറ്റവും സ്റ്റേബിൾ ഫോമിലാണ് ഇത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് നമുക്ക് വിറ്റാമിൻ സി വരും. ഒന്നുകിൽ ഇങ്ങനെ പമ്പ് ടൈപ്പ് ഫോമിൽ, അതല്ലെങ്കിൽ നമ്മളല്ലാണ്ട് ലിക്വിഡ് ഫോമിൽ. അപ്പോൾ ഏത് ഫോമിലായാലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിറ്റാമിൻ സി പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനമാണ്. അപ്പോൾ എപ്പോഴും ഓക്സിഡൈസ്ഡ് ആയി പോകുന്ന സാധനം. അപ്പോഴും നിങ്ങൾ എപ്പോൾ വാങ്ങിക്കുമ്പോൾ ഏത് കളറാണോ ആ കളറിൽ തന്നെ വിറ്റാമിൻ സി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം വിറ്റാമിൻ സി ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ലിക്വിഡ് ഫോമിലൊക്കെ ആണെങ്കിൽ. പക്ഷേ ഈ ഫോമിലാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇച്ചിരി വെറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫോർമുലേഷൻ എന്ന് വെച്ചാൽ ഇതൊരു ജെൽ ട്രാപ്പ് ടെക്നോളജിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സെൻസിറ്റീവ് സ്കിൻകാർക്ക് നല്ലതാണ്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഇങ്ങനെ 15% സ്റ്റാർട്ട് ചെയ്യാൻ പറയത്തില്ല, 5%-ലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വിറ്റാമിൻ സി അപ്ലൈ ചെയ്യാം. പിന്നെ നോർമലി ഞാൻ വിറ്റാമിൻ സി അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സിൻ്റെ ഈ വിറ്റാമിൻ സി അബ്സോർബ് ചെയ്യാനൊക്കെ കൊടുക്കും. ബാക്കി ഒരു സ്ഥലത്തിന് ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ വിറ്റാമിൻ സി മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. എന്തുകൊണ്ട് ഞാൻ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് നമ്മൾ മോർണിംഗിലാകുമ്പോഴത്തേക്ക് നമുക്ക് സൺറൈസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ കൊളാജനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യിക്കാനായിട്ട്
ചെയ്യിക്കുന്ന സാധനം. കൊളാജൻ ബ്രേക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ഏജ്ഡ് ആയിട്ട് തോന്നും. ഈവൻ ദോ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് തോന്നും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വിറ്റാമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഫോട്ടോ ഡാമേജ് കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്രൗൺ സ്പോട്ടിൽ, വലിയ ബ്രൗൺ സ്പോട്ടിൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ സ്പോട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ, ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാൻ നമുക്ക് വിറ്റാമിൻ സി നല്ലൊരു സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് മെലാസ്മ, അതല്ലെങ്കിൽ പിമ്പിൾ മാർക്സ് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ വിറ്റാമിൻ സി അത് അത്ര ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു ആന്റി ഏജിങ് റൊട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ് ഞാൻ പിന്നെ പറഞ്ഞു. പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ വിറ്റാമിൻ സി അല്ലാതെ ഞാൻ വേറൊരു സിറം യൂസ് ചെയ്യും. അത് ഞാൻ സാലിസിലിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യുന്നത്. കാരണം വിറ്റാമിൻ സി സിറം, സാലിസിലിക് ആസിഡ് സിറം നമുക്ക് ഒരുമിച്ച് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഈ സാലിസിലിക് ആസിഡ് ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ചിലപ്പോൾ 2 ആഴ്ചയിലൊരിക്കലോ 3 ആഴ്ചയിലൊരിക്കലോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ രാവിലെ എനിക്ക് ഫേസിൽ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഫീൽ ആവുകയാണെങ്കിൽ ഞാൻ അന്ന് മാത്രം സാലിസിലിക് ആസിഡ് സിറം 2% യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യുന്ന ദിവസം മോർണിംഗിൽ ഞാൻ ഒരിക്കലും വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ വിറ്റാമിൻ സി ഫേസിൽ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു ഫേസ് മിസ്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് റാൻഡമായിട്ട് ഏത് ഫേസ് മിസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് തുടങ്ങിയ ഫേസ് മിസ്റ്റുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മോർണിംഗിൽ. കാരണം ഇതും വിറ്റാമിൻ സിയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടോണർ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി അവോയ്ഡും ചെയ്യാം. പക്ഷെ ഞാൻ ടോണർ എനിക്ക് ടോണറിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ അടുത്ത യൂസ് ചെയ്യുന്ന സ്റ്റെപ്പിൽ എനിക്ക് സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം സ്കിന്നിന് ചെറിയ ഹൈഡ്രേഷൻ കൊടുത്ത് കുറച്ചുകൂടി നമുക്ക് ആ എഫക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ടോണർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഹൈൽഡ്രോണിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്നുണ്ട് വിറ്റാമിൻ സിക്ക് ശേഷം, ഫസ്റ്റ് വിറ്റാമിൻ സി അപ്ലൈ ചെയ്യാം. ദെൻ ഇതുപോലെ ഏതെങ്കിലും റാൻഡം സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഒന്നും ഇല്ലാത്ത ഒരു ടോണർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താൽ മതി. ഇനി ടോണർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കിന്നിൽ ജസ്റ്റ് ഫേസിൽ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി. ടോണർ അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു. ഈ സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ടോണർ യൂസ് ചെയ്തത്. ഇത് നമ്മുടെ സ്നെയിൽ മ്യൂസിനാണ്. ഇത് ഡെർമക്കോയുടെ സ്നെയിൽ മ്യൂസിനാണ്. ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്, 2% പെപ്റ്റൈഡ് ഉണ്ട്. ഇതിനകത്ത് 2% നയാസിനമൈഡ്, 2% പെപ്റ്റൈഡ് ഉണ്ട്. ഇതിനകത്ത് 2% നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ നയാസിനമൈഡ് സെറംസ് ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു പ്രൊഡക്റ്റിലും കുറച്ച് നയാസിനമൈഡ്. അപ്പോൾ എനിക്ക് നയാസിനമൈഡിന്റെ സിറത്തിന്റെ ആവശ്യമേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നയാസിനമൈഡ് ഓവർ റേറ്റഡ് ആണ്. കാരണം ചില പ്രൊഡക്റ്റുകൾ ഓൾറെഡി നയാസിനമൈഡ് കാണും. പിന്നെ നമ്മൾ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ബേസിക്കലി നിങ്ങളൊരു സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പ്രൊഡക്റ്റുകളിൽ നയാസിനമൈഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഓൾമോസ്റ്റ് 5% നയാസിനമൈഡ് സെറം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2% വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഓൾറെഡി 10% നയാസിനമൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും അതിനകത്തൊരു നയാസിനമൈഡ് ആഡ് ചെയ്യാത്തതാണ് ബെറ്റർ. പക്ഷെ ചിലപ്പോൾ ആഡ് ചെയ്തെന്ന് പറഞ്ഞ് ഇറിറ്റേഷൻ വരുമെന്ന് വെച്ചാൽ അങ്ങനെ വരത്തില്ല. കാരണം ഓൾറെഡി കോൺസെൻട്രേഷൻ കുറവായിരിക്കും നമ്മൾ മോയ്സ്ചറൈസേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ പെർട്ടിക്കുലർലി ഒരു 2%, 5% എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് പിന്നെ വേറെ ആഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ടോണർ യൂസ് ചെയ്ത് ഇനി ഞാൻ സ്നെയിൽ മ്യൂസിന് അപ്ലൈ ചെയ്യാം. പിന്നെ കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഡെർമക്കോ യൂസ് ചെയ്യും, ചില സമയത്ത് എനിക്ക് കോസ്റെക്സിന്റെ സ്നെയിൽ മ്യൂസിന് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, ഡെർമക്കോയും കോസ്റെക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡെർമക്കോയിൽ നമുക്ക് പെപ്റ്റൈഡ്സും നയാസിനമൈഡും ആണ് കൂടുതലുള്ളെങ്കിൽ നമ്മുടെ കോസ്റെക്സിൽ കൂടുതൽ ഹൈൽഡ്രോണിക് ആസിഡ്, ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസും ഒക്കെയാണ് സ്നെയിൽ മ്യൂസിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്ന മറ്റുള്ള എലമെന്റ്സ്. അപ്പോൾ അതാണ് വ്യത്യാസം, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കോസ്റെക്സ് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ തിക്കായിരിക്കും, ഡെർമക്കോ കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റഡ് ആണ്. പിന്നെ നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോൺ കോസ്റെക്സിനേക്കാളും കുറച്ചുകൂടെ ചേരുന്നത് ഡെർമക്കോയിഡാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ കൂടുതലും ഇന്ത്യൻ സ്കിൻ ടോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. മറ്റൊരു കുറച്ചുകൂടെ കൊറിയക്കാരായത് കൊറിയൻ സ്കിൻ ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ വ്യത്യാസം. എൻ്റെ ഫേവറേറ്റ് ഏതെന്ന് വെച്ചാൽ കോസ്റെക്സ് ആയിരിക്കും. കാരണം എൻ്റെ ഫസ്റ്റ് ബേബി അതുകൊണ്ട് എപ്പോഴും കോസ്റെക്സ് സ്നെയിൽ മ്യൂസിനോടൊരു ഇഷ്ടമുണ്ട്. പക്ഷെ ബഡ്ജറ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഡെർമക്കോയിൽ പിടിച്ചിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആക്സിസ് ഫെയറുടെ ഡാർക്ക് സ്പോട്ട് കറക്ഷൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഡാർക്ക് സ്പോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഈ ആക്സിസ് ഫെയറുടെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇത് കുറച്ച് ബഡ്ജറ്റ് ഉള്ള സാധനമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടന്റ് ക്രിയേഷന് മുന്നേ ഞാനിത് വാങ്ങിക്കുമെന്ന് വെച്ചാൽ ചാൻസ് കുറവാണ്. പിന്നെ എനിക്ക് റിവ്യൂ കൊടുക്കാനുള്ളത് കൊണ്ടൊക്കെയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, സത്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് ഉള്ള 5% നയാസിനമൈഡ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ 5% ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ അല്ല. ഇതിനകത്തുള്ള 5% നയാസിനമൈഡ് അല്ല നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറ്റുന്നത്. ഇതിനകത്തുള്ള സ്ക്വാലീനൊക്കെയാണ് നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറ്റുന്നത്. ഇത് അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. സ്ക്വാലീനൊക്കെയാണ് ഇതിനകത്തുള്ള ഡാർക്ക് സ്പോട്ട് മാറ്റുന്നത്. അത് പ്ലാന്റ് ഡിറൈവ്ഡ് സ്ക്വാലീനാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഓൾറെഡി എൻ്റെ ഫേഷ്യൽ ഓയിലിന്റെ സമയത്ത് സ്ക്വാലിൻ ഓയിലിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് മാറ്റാനായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആൽഫാർബിറ്റിൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അസലിക് ആസിഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ട്രാനക്സാമിക് ആസിഡ് യൂസ് ചെയ്യാം ഡാർക്ക് സ്പോട്ട് മാറ്റാനായിട്ട്. പക്ഷെ നയാസിനമൈഡ് മാത്രം യൂസ് ചെയ്താൽ നിങ്ങൾ ഡാർക്ക് സ്പോട്ട് പോകാൻ പോകില്ല. ഇല്ലെങ്കിൽ നമ്മുടെ സുഗന്ധയിൽ സ്ക്വാലിൻ്റെ ഫേഷ്യൽ ഓയിൽസ് കിട്ടും, അത് യൂസ് ചെയ്താൽ നമുക്ക് ആ ഡാർക്ക് സ്പോട്ട് മാറ്റാം. ലൈക്ക് ഓൾറെഡി ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്, ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ്, നമ്മുടെ സ്കിന്നിൽ ഹെവി ആയിട്ട് തോന്നത്തില്ല. പിന്നെ എനിക്കറിയാം, ഞാനിപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ചേച്ചി സ്കിന്നിൽ ഹെവി ആവത്തില്ലേ? ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതുകൊണ്ട് തന്നെ എനിക്ക് സ്കിന്നിൽ അങ്ങനെ ഹെവി ആയിട്ട് തോന്നാറില്ല. ഞാൻ തിക്കായിട്ടുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യൽ വളരെ കുറവാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കോമ്പിനേഷൻ നോർമൽ സ്കിന്നാണ്. അപ്പോൾ തിക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ എനിക്ക് സ്കിൻ ഡെഫിനറ്റ്ലി ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പം ഞാൻ തിക്കായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല യൂസ് ചെയ്യുന്നത്, ലൈറ്റ് വെയ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും സ്റ്റെപ്സ് ചെയ്താലും എനിക്ക് സ്കിന്നിൽ അങ്ങനെ ഹെവി ആയിട്ട് തോന്നാറില്ല. ഇനി സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മോയ്സ്ചറൈസറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കോസ്റെക്സിന്റെ ബാരിയർ റിപ്പയർ ആക്ടിവേറ്റഡ് മോയ്സ്ചറൈസറാണ്. ഇത് യൂസ് ചെയ്യാൻ കാരണം ഇതിനകത്ത് സെറമൈഡ്സ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയും മോയ്സ്ചറൈസറിൽ സെറമൈഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്, ഈ ബേബി യൂസ് ചെയ്യുന്നത്. ഇത് ലൈക്ക് എനിക്കറിയാം കോസ്റെക്സ് നമ്മുടെ നാട്ടിലോട്ട് അധികം അങ്ങോട്ട് വന്നിട്ടില്ല, പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് മോയ്സ്ചറൈസറുകളിൽ ഒന്നാട്ടോ ഇത്. പിന്നെ നിങ്ങളുടേത് ഡ്രൈ ടു നോർമൽ സ്കിൻ ആണ് ഇത് കുറച്ചുകൂടെ നല്ലത്. നോൺ കൊമിഡോജനിക് ആണ്, പക്ഷെ എന്നാൽ ഓയിലി സ്കിൻകാർക്ക് ഞാനിത് അത്ര നന്നായിട്ട് പ്രിഫർ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇത് എവരുടെ തന്നെ ഓയിലി സ്കിന്നുള്ള വേറെ സെറമൈഡ് മോയ്സ്ചറൈസർ ഉണ്ട്, അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇത് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മോയ്സ്ചറൈസർ എന്നുള്ള സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ എനിക്ക് മോയ്സ്ചറൈസർ ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്യാറില്ല. അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് ഞാൻ പറയാം, എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് ഞാൻ ആവശ്യത്തിന് ഹൈഡ്രേഷൻ കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്താ പറയുന്നത്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുന്നൊരു മനസ്സിലുള്ളൊരു ഫീൽ ആയിരിക്കും. പക്ഷെ എനിക്ക് വരും. അതുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ സൺസ്ക്രീൻ ഇടാറില്ല. ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് വരും. അത് ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചില സമയങ്ങളിൽ മടിയല്ല, നമുക്ക് ചിലപ്പോൾ വയ്യാണ്ടൊക്കെ കിടക്കുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ജസ്റ്റ് എൻ്റെ സൺസ്ക്രീൻ മാത്രം ഫേസ് വാഷ് ചെയ്ത് സൺസ്ക്രീൻ മാത്രമേ ഇടും. അങ്ങനെ ചെയ്ത 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വരും. ഇത് ഞാൻ ആദ്യമൊന്നും അത്ര ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെച്ച് വേറെ എന്തെങ്കിലും റാൻഡം നമുക്കുള്ള പേഴ്സണൽ ഇഷ്യൂസ് കാരണം വരുന്ന മൂക്കുരുവാണ്. പിന്നെയാണ് ഞാൻ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയത്. ഓക്കെ ഫൈൻ, ഞാൻ മോയ്സ്ചറൈസർ ഇടാതെ സൺസ്ക്രീൻ ഇട്ടതുകൊണ്ടായിരിക്കും എനിക്ക് മൂക്കുരു വരുന്നത്. അത് എന്തുകൊണ്ടാണ് അതിൻ്റെ ബേക്കിൽ സയൻസ് എന്ന് വെച്ചാൽ അത് നോക്കിയിട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ 2-3 ഡോക്ടേഴ്സിന്റെ വീഡിയോസിലൊക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് മോയ്സ്ചറൈസർ ഇടാതെ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ കുരു വരും എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഇപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് 2 കുരുവിൻ്റെ പാടുകൾ ഇവിടെ 2 കുരുവിൻ്റെ പാടുകൾ റീസെൻ്റ്ലി കിട്ടി. സോ അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഷോർട്സിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ വലുതായിട്ടൊന്നും ഇതിനെ പറയുന്നില്ല. ഈവൻ ദോ ഇതൊരു ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ അത്ര ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻകാർക്ക് സുഖമായിട്ട് പോകും. ഈവൻ ദോ ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അത്ര ആക്നി ഓയിലി പ്രോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരുടെ ഒരു യെല്ലോ പാക്കേജ് ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതാണ്. അത്യാവശ്യം നല്ല റിവ്യൂസ് തന്നെയാണ് ഞാൻ അതിനെപ്പറ്റി കേൾക്കുന്നത്. പിന്നെ ടു ബി ഫ്രാങ്ക്, എനിക്ക് ഒരു പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു പാക്കേജിങ് ഇല്ലേ, അതുപോലെ ഒരുപാട് വർക്കും ഇല്ല, മിനിമൽ വർക്കുമാണ്. മിനിമലിസ്റ്റിൻ്റെ ഒക്കെ പാക്കേജ് പോലെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ആവശ്യത്തിനുള്ള സാധനങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് എൻ്റെ സംഭവങ്ങളൊന്നും എഴുതിയിട്ടില്ല, കറക്റ്റ് ആ ബോക്സിൽ തന്നെയുള്ളൂ. ഈവൻ ദോ അവരുടെ ബോക്സ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ബോക്സ് ആണ്, രസമായിട്ടാ കാണാൻ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോവാം, സൺ പ്രൊട്ടക്ഷൻ, സൺസ്ക്രീൻ. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതിപ്പോൾ ഞാൻ പറയാം, എൻ്റെ ആൻറ്റി ഏജിങ്ങിൽ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്, ആ സെക്കൻഡ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. കാരണം നമ്മൾ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്താൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ചോദിക്കും, ചേച്ചി പുറത്ത് നല്ല മഴയുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന്. ലുക്ക്, നിങ്ങൾ ജസ്റ്റ് സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യണം. 2 കാര്യങ്ങൾ നോക്കണം. SPF 30-ക്ക് 50-ക്ക് ഇടയിലാണ്. PF 4+ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം.
റീഅപ്ലിക്കേഷൻ്റെ കാര്യം എത്തുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ റീഅപ്ലിക്കേഷൻ ചെയ്യണം. അകത്താണ് നിങ്ങൾ ഇതൊന്നും അധികം വെയിലൊന്നും ഒരുപാട് കൊള്ളുന്നില്ല, മൺസൂൺ ആണെങ്കിൽ അധികം മഴയൊന്നും നനയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീഅപ്ലിക്കേഷൻ ആവശ്യമൊന്നുമില്ല. പിന്നെ കറക്റ്റ് ഷെഡ്യൂൾ ബേസ് ചെയ്ത് റീഅപ്ലൈ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഇപ്പോൾ 8 മണിക്ക് നിങ്ങൾ പുറത്ത് പോകുന്ന 8 മണിക്കാണെങ്കിൽ ബേസിക്കലി 9 മണിക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി. ഇല്ല ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ 8 മണിക്കൊക്കെ പോകണമെങ്കിൽ 8 മണിക്ക് 12 മണിക്ക് 4 മണിക്ക് അങ്ങനെ റീഅപ്ലൈ ചെയ്താൽ മതി. പിന്നെ 5 മണിക്ക് ശേഷവും 9 മണിക്ക് മുന്നേ നമ്മൾ സൺസ്ക്രീനിന്റെ ആവശ്യം ബേസിക്കലി ഇല്ല. ആ സമയത്ത് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരാൻ അത്ര UV ഡാമേജ് വരാറില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുമെന്ന്. ഇല്ല, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു എന്നും പറഞ്ഞിട്ട് വിറ്റാമിൻ സി വരത്തില്ല. എനിക്ക് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരണം, 1. 2, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്ത എല്ലാവർക്കും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കുകയും ചെയ്യണം. ഇത് രണ്ടും അല്ലല്ലോ. പിന്നെ ഇപ്പോഴും നമ്മൾ ബോഡി സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. ഈ ഒരു ഇത്ര ഭാഗത്തിലെ അബ്സോർബ് ചെയ്യാതെ ബാക്കി കയ്യിലും കാലിലും ഒക്കെ സ്പേസ് കിടക്കുക. വിറ്റാമിൻ ഡിക്ക് പ്രശ്നം ഉണ്ടാവാതെ നമുക്ക് അബ്സോർബ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും ഇല്ല. പിന്നെ മാക്സിമം 2 ഫിംഗർ റൂളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. മുഖത്ത് താടി എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ 2 ഫിംഗറിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മസ്റ്റായിട്ട് 2 ഫിംഗർ റൂളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണേ. ഇത് ആക്ച്വലി അത്ര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ല. ജെല്ലാണെങ്കിൽ കുറച്ച് തിക്നെസ് ഉണ്ട്. അപ്പം നിങ്ങളത് കുറച്ച് ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജെൽ സൺസ്ക്രീൻ ഒന്ന് സ്കിപ്പ് ചെയ്യും. പക്ഷെ ഇത് ലൈറ്റ് വെയ്റ്റ് തിക്കാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തോന്നുമെന്ന് വെച്ചാൽ, പക്ഷെ ചില എക്സ്ട്രീമിലി ഓയിലി സ്കിൻ ആണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്തില്ല. അല്ലാണ്ട് നോർമൽ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യും. വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീനാണ്. ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വൈറ്റ് കാസ്റ്റ് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ സൺസ്ക്രീൻ ഡാർക്ക് ആക്കി ഫീൽ ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണ്. അതായത് നമ്മൾ പുറത്ത് പോകണമെങ്കിൽ 15 മിനിറ്റ് മുന്നേക്ക് ഇത് ഇടണം. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ സൺസ്ക്രീൻ ഇട്ട് വിയർക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സൺസ്ക്രീനോട് ടാറ്റ ബൈ ബൈ പറയാം. നിങ്ങൾക്ക് കെമിക്കൽ സൺസ്ക്രീൻ പറ്റത്തില്ല. കാരണം കൂടുതൽ ആൾക്കാർക്ക് കെമിക്കൽ സൺസ്ക്രീനോ ഹൈബ്രിഡ് സൺസ്ക്രീനോ ആണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ഫിസിക്കൽ സൺസ്ക്രീൻ വിയർപ്പ് ഉണ്ടാക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടെ, എനിക്ക് കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് കാണത്തില്ല, എന്ന് തേച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസിൽ സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇനി നമ്മുടെ ലിപ്പിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഡീകൺസ്ട്രക്റ്റിൻ്റെ തന്നെ ലിപ് ബാം ആണ്. ഇത് SPF 30+ ഉള്ളതാണ്. ഇതിനകത്ത് 1% വിറ്റാമിൻ സി ഉണ്ട്. പിന്നെ 1% വിറ്റാമിൻ സി. അപ്പോൾ നമ്മൾ ലിപ്പിനുള്ള ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതായിരുന്നു എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അറിയാം ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ബേസിക്കലി ഞാൻ പറയില്ല, എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പുകൾ എനിക്ക് അത് ഹെവി ആയിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ മോർണിംഗിൽ ചെയ്താൽ മതി. ഏതൊക്കെയാണ് ഞാൻ കാണിച്ചത്: ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺ പ്രൊട്ടക്ഷൻ. ഇത്രയും കാര്യം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തതിന് സിമ്പിൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീനാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എൻ്റെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ചും സ്കിൻ കെയർ ചെയ്യാനുള്ള വീഡിയോസ് ഞാൻ സ്കിൻ കെയർ റൊട്ടീനിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറിയൊന്ന് കാണുക. പിന്നെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുന്നിൽ ഈ പാച്ച് വാങ്ങിച്ചതിന് ശേഷം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുള്ളൂ. എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കഴുകി കളയുക. പിന്നെ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രമേ യൂസ് ചെയ്യാനും പാടുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേസിലും വരുന്ന ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.